നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കൂ. കുറച്ച് ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. സി ടു ചാർജസ് നെഗറ്റീവ് ക്യൂ ആൻഡ് പോസിറ്റീവ് ക്യൂ ആർ ലൊക്കേറ്റഡ് അറ്റ് പോയിന്റ്സ് 0, 0, -a ആൻഡ് 0, 0, a റെസ്പെക്റ്റീവ്ലി. നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്, ഒരെണ്ണം നെഗറ്റീവ് ക്യൂവും ഒരെണ്ണം പോസിറ്റീവ് ക്യൂ. നെഗറ്റീവ് ക്യൂ ഇരിക്കുന്നത് എവിടെയാണ്? 0, 0 നെഗറ്റീവ് എയിലാണ്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്താണ്? 0 അല്ലേ? അപ്പൊ അത് ഇസഡ് ആക്സിസിലെ പോയിന്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? 0, 0, a അത് ഇസഡ് ആക്സിസിലെ പോയിന്റ് അല്ലേ? അപ്പൊ നിങ്ങളുടെ രണ്ട് പോയിന്റ്സും ഇസഡ് ആക്സിസിലാണ് വരുന്നത്, ഒന്ന് നെഗറ്റീവ് സൈഡിലും ഒന്ന് പോസിറ്റീവ് സൈഡിലും. സൊല്യൂഷൻ ആദ്യത്തെ പോയിന്റ് പറയൂ. 0, 0 നെഗറ്റീവ് എ, അവിടെ ആദ്യം മാർക്ക് ചെയ്യാം. ഇത് ഇസഡ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പൊ 0, 0 നെഗറ്റീവ് എ ഇവിടെ എങ്ങനെ വരും? ഈ പോയിന്റിനെയാണ് ഞാനിപ്പോ 0, 0, -a എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 0, 0, a അവിടെ വരും, അപ്പുറത്തെ സൈഡിൽ വരും അല്ലെ? അപ്പൊ ഇതാണ് 0, 0, a. ഇവിടെയാണ് നിങ്ങളുടെ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. ഇത്രയാണ് ക്വസ്റ്റ്യൻ ആദ്യത്തെ സെന്റൻസ്. ഡൗട്ട് ഇല്ല. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് 0, 0, z? 0, 0, z എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യും. ഇതാണ് പോയിന്റ് പി, ഇതാണ് 0, 0, z. ഓക്കെ, അപ്പൊ ഇവിടത്തെ പൊട്ടൻഷ്യൽ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാം. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം അല്ലെ? സോ പൊട്ടൻഷ്യൽ അറ്റ് പി കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ഡ്യൂ ടു പിയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലും നെഗറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലും കൂടെയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോസിറ്റീവ് ക്യൂ പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു നെഗറ്റീവ് ക്യൂ. ഡൗട്ട് ഇല്ല. സോ പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് ഈക്വൽ ടു പറയണം. എന്താണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? 1/4πε0 q/r അല്ലേ? അപ്പൊ ഇത് എന്ത് വരും? 1/4πε0 എന്ന് പറഞ്ഞാൽ k എന്ന് എഴുതി. q എന്താണ് ഇവിടെ? പോസിറ്റീവ് q ഡിവൈഡഡ് ബൈ അവിടുത്തെ r പറയണം. ഇവിടം തൊട്ട് ഇതുവരെയുള്ള ദൂരമാണ് ഇവിടെ r1. പറഞ്ഞോ, ഈ ദൂരം എന്താണ്? ഈ പോയിന്റ് z ആണ്, ഈ പോയിന്റ് a ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം എന്താണ്? z - a അല്ലേ? അപ്പൊ z - a കുഴപ്പമില്ലല്ലോ. പ്ലസ് ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? 1/4πε0 q/r തന്നെയാണ് ഇക്വേഷൻ. സോ 1/4πε0 ഇവിടുത്തെ q എന്താണ്? നെഗറ്റീവ് q ഡിവൈഡഡ് ബൈ ഇവിടുത്തെ r. ഇവൻ തൊട്ട് പോയിന്റ് p വരെയുള്ള ദൂരം നിങ്ങൾ എന്താ പറ? ഇവൻ തൊട്ട് പോയിന്റ് p വരെയുള്ള ദൂരം എന്താണ്? z ഇവിടെ -a. അപ്പൊ ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? z - -a. അപ്പൊ എന്ത് വരും? z - -a. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പറയൂ പൊട്ടൻഷ്യൽ അറ്റ് p ഈസ് ഈക്വൽ ടു, നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടുള്ളതൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാം. നിങ്ങൾ പറ kq പുറത്ത് വയ്ക്കാം അല്ലെ? അപ്പൊ kq പുറത്ത് വെച്ചു. ബാക്കി പറയൂ. സി 1/z - a ഇനി മൈനസ് പറഞ്ഞോ 1/z + a എന്നായി. ഇനി ബാക്കി പൊട്ടൻഷ്യൽ അറ്റ് p ഈസ് ഈക്വൽ ടു പറയും kq അതുപോലെ എഴുതി. ഇനി അവിടുത്തെ LCM എന്ത് വരും? z² - a² എന്ന് വരില്ലേ? അല്ലെങ്കിൽ മറ്റൊരു സ്റ്റെപ്പ് കൂടെ ഞാൻ എഴുതാം. z + a × z - a ഓവർ ദാറ്റ് ഏത് വരും? ഇത് ഇവിടെ വരും, ഇത് അവിടെ പോകും. പറഞ്ഞോ z + a മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇടണം. മൈനസ് ഇത് ഇവിടെ വരും z - a. ഓക്കെ അല്ലേ? ബ്രാക്കറ്റിൽ ഇടണമെന്ന് പറഞ്ഞാൽ മറന്നുപോയാ? സീക്വൽ ടു kq പറഞ്ഞോ z + a മൈനസ് z + a എന്നാണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇത് a + b × a - b ഫോം. അപ്പൊ എന്ത് വരും? z² - a² എന്ന് വരും. ഇനി ഏതൊക്കെ വെട്ടി? ഇത് വെട്ടി, ഇത് വെട്ടി. ബാക്കി പൊട്ടൻഷ്യൽ അറ്റ് p ഈസ് ഈക്വൽ ടു, ഇനി വാല്യൂ ഇടാം. k യുടെ വാല്യൂ എത്രയാ? 1/4πε0. ബാക്കി q then ഇവിടെ 2a ഡിവൈഡഡ് ബൈ z² - a². കുഴപ്പമുണ്ടോ? ഇനി അതിനകത്ത് നമുക്ക് 2a × q ന് പകരം എന്ത് എഴുതാം? p എന്ന് എഴുതാം. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് p ഈസ് ഈക്വൽ ടു 1/4πε0 p ഡിവൈഡഡ് ബൈ z² - a². ഇതാണ് എവിടുത്തെ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് p. അപ്പൊ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. See, this is z axis, this is y axis. Then see, നമ്മുടെ ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്. 0, 0, a അത് z ആക്സിസിലെ പോയിന്റ് ആണ്.
0 0 നെഗറ്റീവ് എ, അപ്പൊ നെഗറ്റീവ് z ആക്സിസിലെ പോയിന്റ് ആണ്. ഓക്കെ, then അടുത്തെന്താണ്, we have a point P, what is it, 0 0 z. ഇവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. What is the potential at P? Potential at P is equal to potential due to positive charge plus potential due to negative charge. Then what is the equation to calculate potential? 1 by 4 pi epsilon 0 q by r. So what is the potential due to positive charge? 1 by 4 pi epsilon 0 positive q by this distance. What is this distance? ഇവിടെ z, ഇവിടെ a. So z minus a. Okay. Then plus what is the potential due to negative charge? 1 by 4 pi epsilon 0 negative q by this distance. ഇവിടെ ഇതുവരെ ഉള്ള. So അതങ്ങനെ കണ്ടുപിടിക്കും. ഇവിടെ z, ഇവിടെ നെഗറ്റീവ് a. So z minus a. So it becomes z plus a. Then common ആയിട്ടുള്ള സാധനങ്ങൾ പുറത്തെടുത്തു, ബാക്കി ബ്രാക്കറ്റ് ഇട്ടു. Then kq as h. Then z minus a into z plus a. Then this comes here, this goes there. Then bracket opening, cancelling z and putting the value of k. What is k? 1 by 4 pi epsilon 0. Then balance. Then 2a into q is written as dipole moment. So what is the potential at P? Potential at P is equal to 1 by 4 pi epsilon 0 p by z square minus a square. Okay, it is the first section. ഇനി അതിനകത്തുള്ള രണ്ടാമത്തെ സെക്ഷൻ പറയും. What is the potential at xy0? xy0 എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്ര? നോക്കൂ, xy0 എന്ന് പറയുന്ന പോയിന്റിൽ z കോർഡിനേറ്റ് 0 അല്ലേ? അപ്പൊ അത് xy പ്ലെയിനിലെ പോയിന്റ് അല്ലേ? xy പ്ലെയിൻ എങ്ങനെ വരും? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. xy പ്ലെയിൻ എങ്ങനെ വരും? നമ്മുടെ ഇവിടെ ഇതാണ് x ആക്സിസ് അല്ലേ? അപ്പൊ xy പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ? ഈ പ്ലെയിനിലെ ഒരു പോയിന്റ് എടുക്കുക. ഈ പ്ലെയിനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ഈ പോയിന്റ് എടുത്ത് ഇങ്ങനെ ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലെയിനിലെ ഒരു പോയിന്റ് അല്ലേ ഇത്? ഈ പോയിന്റ് എടുത്താൽ നിങ്ങൾ നോക്ക്, ഇത് ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, ഇത് ഇക്വറ്റോറിയൽ ലൈനിലെ പോയിന്റ് അല്ലേ? ഇക്വറ്റോറിയൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാ? 0. അപ്പോ what is the potential at the point 0, sorry, xy0? xy0 എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാ? 0. because എന്താണ്, that plane, the point is on the xy plane. So in xy plane ലെ പോയിന്റ് ആകുമ്പോഴത്തേക്ക് the point will be on the perpendicular bisector. ശരിയല്ലേ? ഇത് പോസിറ്റീവ് എ, ഇത് നെഗറ്റീവ് എ. അപ്പോ ഇത് പോസിറ്റീവ് ക്യൂ, ഇത് നെഗറ്റീവ് ക്യൂ. ഡൈപോൾ അല്ലേ? ഇപ്പോ ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പോയിന്റിലെ ഒരു പോയിന്റിലെ ഇക്വറ്റോറിയൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാ? 0. So what is the potential at that point? 0. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഒന്നുകൂടെ മനസ്സിലാവുന്നവർക്ക് കൊണ്ട് ഒന്നുകൂടെ. So listen here, we have a positive charge, then negative charge. Then see, they are asking you to calculate what is the potential at the point xy0. xy0 is a point on xy plane. So this is x axis. So this plane is xy plane. You consider a point here. It is our point P. What is the potential here? It is a question. See, you listen to this. This is on the equatorial line of this dipole. Am I right? See, you consider this dipole. So you join this to this point. So it is on the equatorial line. This point is on the equatorial line. What is the potential there? You have studied. What is the potential? 0. So potential at the point xy0 is 0. Okay? Then അടുത്തെന്താണ്? അടുത്ത ബി പാർട്ട് ഒന്ന് വായിക്കൂ. ബി പാർട്ട് വായിക്കൂ. എന്താണ്? Obtain the dependence of potential on distance r of a point from origin when r by a greater than 1. എന്താണ് ഈ r by a greater than 1 എന്ന് പറഞ്ഞാൽ? r by a greater than 1 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ r by a greater than 1 എന്ന് പറഞ്ഞാൽ ഇതിനെ എടുത്ത് ക്രോസ് ചെയ്ത് ഇവിടെ കയറ്റും. അപ്പൊ r very large compared to a ആണെങ്കിൽ, അതായത് നിങ്ങളുടെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ, വാട്ട് ഈസ് ദ ജനറൽ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ വരും? പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് പറയാം. നിങ്ങൾ തന്നെ പറയൂ. പൊട്ടൻഷ്യൽ കാണാനുള്ള z ആക്സിസിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ഏതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ വരും? 1 by 4 pi epsilon 0 p divided by എന്താണ്? ഇവിടെ r square minus a square എന്ന് വരില്ലേ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ r is very large compared to a. അപ്പൊ ഇതിനകത്ത് a square നെഗ്ലക്ട് ചെയ്യുക. So what is the potential? Potential is equal to 1 by 4 pi epsilon 0 p by r square. So what is the potential at a general point?
So potential is equal to 1 by 4 pi epsilon 0 P by R square. Another question. So once again, see, this is a potential at a point on the z axis. Am I right? Then see, there z comes. Then they are asking you to calculate the potential at a general point P at a distance R. So instead of z, what will you write? R you will write. Okay. Then what is the condition here? R by A is very much greater than 1. You cross it, you will get R greater than A. So if R is greater than A, then A square can be neglected. So the equation becomes 1 by 4 pi epsilon 0 P by R square. This is the potential at a general point. What is the potential at a general point? So 1 by 4 pi epsilon 0 P by R square. Okay. Then what is the third section? How much work is done in moving a small test charge from point 500 to negative 700 along the x-axis. Once again, what is the work done in moving a charge, test charge from the point 500? 500 is a point on x-axis. Am I right? Then negative 700 is a point on x-axis. No problem. Then you are moving a charge from first point to second point. Okay. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതാണ് x axis. അപ്പോൾ x axis ഞാൻ ഇങ്ങനെ വരയ്ക്കാം. This is the x axis. Okay. x axis നമ്മൾ അങ്ങോട്ടും കൂടെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം. Okay. അപ്പോൾ ഇതില് ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് അവിടെ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ ആരെ തള്ളിക്കൊണ്ടുപോകുന്നു? ചാർജിനെ തള്ളിക്കൊണ്ടുപോകുന്നു. What is the work done എന്നാണ് ക്വസ്റ്റ്യൻ. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻടു ചാർജ് എന്നല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻടു ചാർജ്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയണം. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ബുദ്ധിയുള്ളവൻ എനിക്കിപ്പോ പറഞ്ഞു തരും. എക്സ് ആക്സിസിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ഇവിടെ നോക്ക്, നേരെ നോക്ക്. നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ഡൈപോൾ അല്ലേ? ആണ്, ഡൈപോൾ ആണ്. ഇതെന്ന് പറയുന്നത് അതിന്റെ ഇക്വറ്റോറിയൽ ലൈൻ അല്ലേ? എക്സ് ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വറ്റോറിയൽ ലൈൻ അല്ലേ? ഇക്വറ്റോറിയൽ ലൈനിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയെന്നാണ് ഞാൻ ചോദിച്ചത്? 0. ഇതും ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇക്വറ്റോറിയൽ ലൈനിലെ പോയിന്റ് അല്ലേ? അവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? 0. അപ്പൊ ഇവിടത്തെ അവിടത്തെയും പൊട്ടൻഷ്യൽ 0. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 0 - 0 ഇൻടു ടെസ്റ്റ് ചാർജ്. See, work done is equal to എത്രയെന്ന് വരും? 0. So what is the work done in moving a charge along the x-axis? So work done is equal to 0. മനസ്സിലാവുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ. See, this is your, my pen is the x-axis. Am I right? So x-axis is the perpendicular bisector of this dipole. Am I right? See, what is this is the first point. Am I right? From this point you have to move a charge to the other point. Okay. Then what is the potential at this point? What is the potential at this point? This is a point on equatorial line. What is the potential? 0. Then this is also a point on equatorial line. What is the potential? 0. So work you have to calculate. Work is equal to potential difference into charge. So what is the potential difference? 0 - 0 into charge is, test charge is Q0. So you are getting your answer as 0. ഇനിയും ഉണ്ട് അതിനകത്ത്. അവിടെ കൊണ്ടൊന്നും ഇതൊന്നും അവസാനിക്കുന്നില്ല. പറയും എന്താണ് ഒരു കാര്യം കൂടെ അതിനകത്ത്. Does the answer change if the path of test charge between same two points is not along the x-axis? നിങ്ങൾ ഈ if the path of charge is not along x-axis ആണെങ്കിൽ വർക്ക് സെയിം ആയിരിക്കുമോ എന്ന്. All of you listen here. See, you are moving a charge along the x-axis. Am I right in this problem? See, if you are not moving the charge, test charge along this x-axis, suppose നിങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് വേറെ ഏതാ പാത്തിൽ കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ചു, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡണ്ണിന്റെ ആൻസർ 0 ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആയിരിക്കും? ആയിരിക്കൂലേ? അത് ഇവിടെ ഇരിക്കുന്നത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് എ കൺസർവേറ്റീവ് ഫീൽഡ്. ശരിയല്ലേ? അപ്പൊ വർക്ക് ഡൺ ഡിപെൻഡ്സ് ഓൺ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓൺലി. വർക്ക് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. നിങ്ങൾ നീക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നീക്കുന്നത്. ഏത് വഴിയോ നീങ്ങിക്കോ, നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്കല്ലേ കൊണ്ടുപോകുന്നത്. സോ വർക്ക് ഡിപെൻഡ്സ് ഓൺ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓൺലി. സോ വർക്ക് ഈസ് ഈക്വൽ ടു ദ സെയിം. യു വിൽ ഗെറ്റ് ദ വർക്ക് ആസ് 0. അപ്പൊ എക്സ് ആക്സിസിൽ നിങ്ങൾ ആ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ you can follow any path. So path is not a matter because
surrounding this there is an electrostatic field. Electrostatic field is a conservative field. Work done does not depend on path. Work depends on initial position and final position only. Okay, നല്ല ക്വസ്റ്റൻ അല്ലേ?